+1 കാര്യങ്ങൾ അല്ലെ +1 കെമിസ്ട്രി പഠിച്ചു കഴിഞ്ഞതാണ്. അപ്പോൾ അതിൻ്റെ കണ്ടിന്യൂഷനായിട്ട് വരുന്നതാണ് +2 ഓരോ പാർട്ടുകൾ. +2 അപ്പോൾ നമ്മൾ കെമിസ്ട്രിയിൽ എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു ചാപ്റ്ററേ പഠിച്ചിട്ടുള്ളതെന്ന് തോന്നുന്നു. സർഫസ് കെമിസ്ട്രി എന്ന് പറയുന്ന ഒരു ചാപ്റ്ററേ പഠിച്ചിട്ടുള്ളതെന്ന് തോന്നുന്നു. നമ്മൾ +2 ഫസ്റ്റ് പഠിക്കാനുള്ള ചാപ്റ്റർ സോളിഡ് സ്റ്റേറ്റ് ആണ്. അത് അവിടെ നിൽക്കട്ടെ. നമ്മളിപ്പോൾ രണ്ടാമത്തെ ചാപ്റ്ററാണ് തുടങ്ങുന്നത്, സൊല്യൂഷൻസ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ ചാപ്റ്ററാണ് പറഞ്ഞാൽ സൊല്യൂഷൻ. രണ്ടാമത്തെ ചാപ്റ്ററായിട്ടുള്ള സൊല്യൂഷൻ എന്ന് പറയുന്ന ചാപ്റ്ററാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ രണ്ടാമത്തെ ചാപ്റ്റർ സൊല്യൂഷൻ എന്ന് പറയുന്ന ചാപ്റ്റർ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് എന്തൊക്കെ അറിയാം, അല്ലെങ്കിൽ മുമ്പ് സൊല്യൂഷനെ കുറിച്ച് പഠിച്ചിട്ട് 8ാം ക്ലാസ്സിലും 9ാം ക്ലാസ്സിലും ഒക്കെ നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ് സൊല്യൂഷൻ. സൊല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ മലയാളം വാക്ക് എന്താണ്? സൊല്യൂഷൻ്റെ മലയാളം വാക്ക് എന്താണ്? ലായനികൾ എന്ന് പറയും. എന്ത് പറയും? ലായനികൾ. സൊല്യൂഷൻസ് അല്ലെങ്കിൽ നമ്മൾ എന്താണ് പറയുന്നത്? ലായനികൾ എന്നാണ് പറയുന്നത്. സൊല്യൂഷൻസ് അല്ലെങ്കിൽ എന്തെന്ന് പറയും? ലായനികൾ. അപ്പോൾ വാട്ട് ഈസ് എ സൊല്യൂഷൻ അല്ലെ ലായനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അല്ലെങ്കിൽ ലായനി എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ മനസ്സിലായിട്ട് ആദ്യം സൊല്യൂഷൻ എന്ന് പറയുമ്പോൾ ഓടി വരുന്ന കാര്യം എന്താണ്? അല്ലെങ്കിൽ സൊല്യൂഷൻ്റെ ഒരു ഫിസിക്കൽ സ്റ്റേറ്റ് അല്ലെങ്കിൽ ലായനി എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ മനസ്സിൽ എപ്പോഴും എന്ത് അവസ്ഥയിലിരിക്കുന്ന ലായനി എന്ന് പറയുമ്പോഴത്തേക്ക് എല്ലാവരെയും മനസ്സിൽ വരുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ദ്രാവക അവസ്ഥയിലിരിക്കുന്ന സാധനം, അല്ലെങ്കിൽ ഒരു ലിക്വിഡ് സ്റ്റേറ്റിൽ ഇരിക്കുന്ന ഒരു സാധനം അല്ലെങ്കിൽ ഒരു മാറ്റർ എന്നാണ് നമ്മുടെ മനസ്സിൽ വരുന്നത്. പക്ഷെ അങ്ങനെ അല്ല. സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ ഒരിക്കലും എപ്പോഴും ഏതിലിരിക്കണമെന്നില്ല. ലിക്വിഡ് സ്റ്റേറ്റ് അല്ലെങ്കിൽ ദ്രാവകാവസ്ഥയിൽ ഇരിക്കണമെന്നില്ല, ലിക്വിഡ് സ്റ്റേറ്റിൽ ഇരിക്കണമെന്നില്ല. ഇപ്പൊ എപ്പോഴും ലിക്വിഡ് സ്റ്റേറ്റിൽ ആകണമെന്നില്ല. സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്തൊക്കെ ആകാം? സോളിഡ് ആകാം, അതുപോലെ തന്നെ ലിക്വിഡ് ആകാം, അതുപോലെ തന്നെ ഏതാകാം? ഗ്യാസ് ആകാം. അപ്പൊ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ ഏതൊക്കെ അവസ്ഥയിൽ വരാതെ എപ്പോഴും ആവണമെന്നില്ല. അപ്പൊ നമ്മുടെ എല്ലാം മനസ്സിലിരിക്കുന്നു എന്ന് പറഞ്ഞാൽ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്ത് ഫോമിലിരിക്കുന്ന ഒരു സാധനം എന്നാണ്? ദ്രാവക അവസ്ഥയിൽ അല്ലെങ്കിൽ ലിക്വിഡ് ഫോമിലിരിക്കുന്ന ഒരു സാധനം എന്നാണ് നമ്മുടെ മനസ്സിലിരിക്കുന്ന കൺസെപ്റ്റ്. പക്ഷെ അങ്ങനെയല്ല. എന്താണ് സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ? ഏതൊക്കെ ഫോമിൽ വരാം? ലിക്വിഡ് ഫോം വരാം, സോളിഡ് ഫോം വരാം, ഗ്യാഷ്യസ് ഫോം വരാം അല്ലേ? സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ ഏതൊക്കെ ഫോമിൽ ഇരിക്കാൻ പറ്റും? ലിക്വിഡ് ഫോമിലാവാം, സോളിഡ് ഫോമിലാവാം, അതുപോലെ തന്നെ ഗ്യാഷ്യസ് ഫോമിൽ. അപ്പൊ അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഞാൻ ചോദിച്ചത് വാട്ട് ഈസ് എ സൊല്യൂഷൻ? സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ നമുക്കൊരു നിർവചനം എങ്ങനെ കൊടുക്കാൻ പറ്റും? ഇപ്പൊ ഒരു എക്സാമ്പിൾ ഇപ്പൊ നമ്മുടെ മനസ്സിൽ വരുന്ന സൊല്യൂഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ നിങ്ങൾ പറഞ്ഞ ദ്രാവകം അല്ലെങ്കിൽ ലിക്വിഡ് ആണ് അല്ലെ? നിങ്ങളെ മനസ്സിലിരിക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ എന്താണ്? ലിക്വിഡ് ആണ്, അല്ലെങ്കിൽ ഒരു ദ്രാവക അവസ്ഥയിലിരിക്കുന്ന സാധനമാണ് സൊല്യൂഷൻ. അപ്പൊ ഞാൻ ഒരു എക്സാമ്പിൾ പറയുന്നു, സോൾട്ട് സൊല്യൂഷൻ. ഫസ്റ്റ് നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഒരു സോൾട്ട് സൊല്യൂഷനെ വി ആർ കൺസിഡറിങ് സോൾട്ട് സൊല്യൂഷൻ. അപ്പൊ സോൾട്ട് സൊല്യൂഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് അതിൽ വരുന്ന മെയിൻ ആയിട്ട് വരുന്ന സാധനങ്ങൾ ഏതൊക്കെയാണ്? സോൾട്ട് സൊല്യൂഷൻ ആകുമ്പോഴത്തേക്ക് സോൾട്ട് സൊല്യൂഷൻ നമ്മൾ കൺസിഡർ ചെയ്തപ്പോൾ ഒരു സോൾട്ട് സൊല്യൂഷൻ നമുക്ക് എങ്ങനെ പ്രിപ്പയർ ചെയ്യാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് സോൾട്ട് എടുക്കുന്നു, കൺസിഡർ സം amount of salt, then it is dissolved in water. എന്തിൽ ഡിസോൾവ് ചെയ്യുന്നു? ആ സോൾട്ടിനെ അല്ലെങ്കിൽ NaCl എന്ന് പറയുന്ന സബ്സ്റ്റൻസിനെ നമ്മൾ എന്തിൽ ഡിസോൾവ് ചെയ്യുന്നു? വാട്ടറിൽ ഡിസോൾവ് ചെയ്ത് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എന്തായിട്ട് മാറ്റുന്നത്? സോൾട്ട് സൊല്യൂഷൻ ആക്കി മാറ്റും. എന്തായിട്ട് മാറ്റും? സോൾട്ട് സൊല്യൂഷൻ ആക്കി മാറ്റും. അപ്പൊ സോൾട്ട് സൊല്യൂഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് എന്താ കാണും? സോൾട്ടും കാണും, അതുപോലെ തന്നെ വാട്ടറും കാണും. അപ്പൊ ഇങ്ങനെ സോൾട്ട് സൊല്യൂഷൻ കൺസിഡർ ചെയ്താൽ സോൾട്ട് സൊല്യൂഷൻ ഈസ് ആൻ എക്സാമ്പിൾ ഫോർ സൊല്യൂഷൻ. ഇതൊരു സൊല്യൂഷൻ എക്സാമ്പിളാണ്. ഇത് കൺസിഡർ ചെയ്യുമ്പോൾ നമുക്ക് ഇതിനകത്ത് സോൾട്ടിനെയും അതുപോലെ തന്നെ വാട്ടറിനെയും സെപ്പറേറ്റ് ആയിട്ട് ഇങ്ങനെ കാണാൻ പറ്റും. അതെ ഇത് ഒരുമിച്ച് രണ്ടും കൂടെ ഒരുമിച്ചായിട്ടുള്ള ഒരു സാധനം പോലെ ഇരിക്കുകയാണ് ചെയ്യുന്നത്. രണ്ടും ഒരുമിച്ചായിട്ടല്ലേ, രണ്ടും ഒരുമിച്ച് ചേർന്ന് ഇങ്ങനെ ഇരിക്കും. നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് കാണാൻ പറ്റത്തില്ല. സോൾട്ട് വേറെ അല്ലെ സൊല്യൂഷൻ വേറെ എന്ത് ചെയ്യാൻ പറ്റത്തില്ല? സെപ്പറേറ്റ് ആയിട്ട് കാണാൻ പറ്റില്ല. സോൾട്ടും സൊല്യൂഷനും കൂടെ ഒരുമിച്ച് ചേർന്നിരിക്കും. അപ്പൊ നമുക്ക് പറയാം സൊല്യൂഷൻ ഈസ് എ ഹോമോജീനിയസ് മിക്സർ. സൊല്യൂഷൻ ഈസ് എ ഹോമോജീനിയസ് മിക്സർ. സൊല്യൂഷൻ എന്ന് പറയുന്നത് എന്താണ്? ഒരു ഹോമോജീനിയസ് മിക്സർ ആണ് സൊല്യൂഷൻ. അപ്പൊ നമ്മൾ ഏതിന്റെ ഡെഫിനിഷനിലോട്ട് എത്തിച്ചേരുകയാണ്? സൊല്യൂഷന്റെ ഡെഫിനിഷനിലോട്ട് എത്തിച്ചേരുകയാണ്. അപ്പൊ നമുക്ക് എന്തെന്ന് പറയാം? സൊല്യൂഷൻ ഈസ് എ ഹോമോജീനിയസ് മിക്സർ. സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഹോമോജീനിയസ് മിക്സർ ആണ്. വാട്ട് ഈസ് എ ഹോമോജീനിയസ് മിക്സർ? അപ്പൊ ഇങ്ങനെ ഒരുപോലെ ഇരിക്കുന്നു, നമുക്ക് അതിലെ കണങ്ങളെ കാണാൻ പറ്റുന്നില്ല, അത് രണ്ടും ഒരുമിച്ച് ചേർത്തിരിക്കുന്നു. അപ്പൊ അങ്ങനെയുള്ള സാധനങ്ങൾക്ക് നമ്മൾ പറയുന്ന പേരാണ് ഹോമോജീനിയസ് മിക്സർ. ഹോമോജീനിയസ് മിക്സർ എന്ന് പറഞ്ഞാൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും, 8ാം ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുള്ള കാര്യമാണ്. മലയാളം മീഡിയംകാർ എങ്ങനെയാണ് പഠിക്കുന്നത്? ഹോമോജീനിയസ് മിക്സർ എന്ന് പറഞ്ഞാൽ എന്തെന്ന് പറഞ്ഞാണ് പഠിക്കുന്നത്? എന്തെന്ന് പറയുന്നത്? മലയാളമാക്കുന്നതാണ് ഏകാത്മക മിശ്രിതങ്ങൾ. എന്തെന്ന് പറയും? ഏകാത്മക മിശ്രിതം. ഏകാത്മക മിശ്രിതം എന്ന് പറഞ്ഞാൽ ഒരുമിച്ച് ചേർന്ന് നിൽക്കുന്ന എന്നുള്ളൊരു മീനിങ് ആണ്. അപ്പൊ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ സൊല്യൂഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സൊല്യൂഷൻ ഈസ് എ ഹോമോജീനിയസ് മിക്സർ. സൊല്യൂഷൻ എന്ന് പറയുന്നത് എന്താണ്? ഒരു ഹോമോജീനിയസ് മിക്സർ ആണ്. അപ്പൊ നമുക്ക് പറയാം ഡെഫിനിഷൻ എങ്ങനെ പറയാം? സൊല്യൂഷൻ ഈസ് എ ഹോമോജീനിയസ് മിക്സർ. അപ്പൊ ഇവിടെ നോക്കുമ്പോൾ രണ്ട് സാധനങ്ങളാണ്, വാട്ടറും ഉണ്ട് അതുപോലെ തന്നെ സോൾട്ടും ഉണ്ട്. അതുപോലെ തന്നെ വാട്ടറും ഉണ്ട്. രണ്ട് സാധനങ്ങളാണ് ഉള്ളത്. അപ്പൊ ഞാൻ ചോദിക്കട്ടെ,
സൊല്യൂഷൻ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ അവിടെ രണ്ട് സാധനങ്ങൾ മാത്രമേ വരുള്ളൂ, അല്ലെങ്കിൽ രണ്ട് സാധനം മാത്രമേ വരുള്ളൂ. സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ രണ്ട് സാധനങ്ങൾ മാത്രമല്ല. ഇനി വേണമെങ്കിൽ ഇപ്പൊ ഞാൻ പറഞ്ഞത് നിങ്ങൾ സോഡിയം ക്ലോറൈഡും വെള്ളവും എടുത്ത് വേണമെങ്കിൽ നമുക്ക് ഇതിൽ കുറച്ച് ഉപ്പും കൂടെ സോഡിയം ക്ലോറൈഡ് ഉപ്പിട്ട് വെള്ളം ഒഴിച്ചാണ് സോഡിയം ക്ലോറൈഡും വാട്ടർ കൂടെ കണ്ടെയ്ൻ ചെയ്താണ് നമ്മൾ എന്തുണ്ടാക്കിയെടുത്ത സോൾട്ട് സൊല്യൂഷൻ ആക്കിയെടുക്കുക. വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇതിലൂടെ കുറച്ച് ഷുഗറും കൂടെ ആഡ് ചെയ്യാം. ഇതിൽ കുറച്ച് എന്ത് ചെയ്യാം, ഷുഗറും കൂടെ ആഡ് ചെയ്യാം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ തന്നെ ഇപ്പോൾ വീട്ടിൽ നാരങ്ങ വെള്ളം ഉണ്ടാക്കുമ്പോഴത്തേക്ക് ചില സമയങ്ങളിൽ നമ്മൾ ചിലരൊക്കെ ചെയ്തിട്ടുണ്ടായിരിക്കും, അല്ലെ ചെയ്യാം അല്ലെ. എന്താണ് നമ്മൾ ഏതും കൂടെ ആഡ് ചെയ്യും, ഉപ്പും പഞ്ചസാരയും കൂടെ ആഡ് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യും, നാരങ്ങ വെള്ളം ഉണ്ടാക്കും അല്ലേ. നാരങ്ങ വെള്ളം ഉണ്ടാക്കുന്നു എന്ന് പറഞ്ഞാൽ എന്താണ്, ഉപ്പും പഞ്ചസാരയും കൂടെ ആഡ് ചെയ്തു. അപ്പോൾ അതുപോലെ നമ്മളിവിടെ എന്ത് ചെയ്യുന്നു, ഈ സോൾട്ടും വാട്ടറും കണ്ടെയ്ൻ ചെയ്തിരിക്കുന്ന ഇതിലോട്ട് നമുക്ക് എന്ത് ചെയ്യാൻ വേണമെങ്കിൽ ഷുഗറും കൂടെ ആഡ് ചെയ്യാം. അപ്പൊ നോക്കിയാണ്, അപ്പൊ ഇവിടെ എത്ര സാധനങ്ങളായി, വാട്ടറായി, ഷുഗറായി, സോഡിയം ക്ലോറൈഡായി. അപ്പൊ എത്ര കമ്പോണൻസ്, എത്ര സാധനങ്ങൾ, 3 കമ്പോണൻസ് അല്ലെ, 3 കമ്പോണൻസ് ആയി അല്ലെ. ഇതുപോലെ തന്നെ നമുക്ക് വീണ്ടും എന്താണെങ്കിൽ ഇതിൽ ഡിസോൾവ് ചെയ്യുന്ന വേറെ ഏതെങ്കിലും കമ്പോണന്റ് വേണമെങ്കിലും ആഡ് ചെയ്യാം. അതെല്ലാം എന്തിന് എക്സാമ്പിൾ ആണ്, സൊല്യൂഷൻസിന് എക്സാമ്പിൾ ആണ്. എന്തിന് എക്സാമ്പിൾ ആണ്, സൊല്യൂഷൻസിന് എക്സാമ്പിൾ. അപ്പൊ നമുക്ക് ഡെഫിനിഷൻ എങ്ങനെ പറയാം, സൊല്യൂഷൻ ഈസ് എ homogeneous mixer. Solution is a homogeneous mixer of എത്ര കമ്പോണൻസ് വേണം, മിനിമം എത്ര കമ്പോണൻസ് വേണം, നമ്മൾ ആദ്യമേ പറഞ്ഞു മിനിമം എത്ര വേണം, 2 കമ്പോണൻസ് വേണം അല്ലേ, മിനിമം 2 കമ്പോണൻസ്. അപ്പൊ അത് എത്ര കമ്പോണൻസ്, മിനിമം എത്ര കമ്പോണൻസ്, 2 കമ്പോണൻസ് വേണം. അപ്പൊ നമുക്ക് എങ്ങനെ പറയാം, സൊല്യൂഷൻ ഈസ് എ ഹോമോജീനിയസ് മിക്സർ ഓഫ് 2 or more components. അപ്പൊ രണ്ടോ അതിൽ കൂടുതലോ കമ്പോണൻസ് ഉള്ള ഒരു ഹോമോജീനിയസ് മിക്സർ നമ്മൾ വിളിക്കുന്ന പേരാണ് സൊല്യൂഷൻ. അപ്പൊ സൊല്യൂഷന്റെ ഡെഫിനിഷൻ എങ്ങനെ പറയാൻ പറ്റും, സൊല്യൂഷൻ ഈസ് എ ഹോമോജീനിയസ് മിക്സർ ഓഫ് 2 or more components. രണ്ടോ അതിൽ കൂടുതലോ കമ്പോണൻസ് ഉള്ള ഒരു ഹോമോജീനിയസ് മിക്സർ നമ്മൾ വിളിക്കുന്ന പേരാണ് സൊല്യൂഷൻ എന്ന് പറയും. സൊല്യൂഷൻ എക്സാമ്പിൾ നമുക്ക് ഇപ്പോൾ ഏതൊക്കെ പറയാൻ പറ്റും, സൊല്യൂഷൻ എക്സാമ്പിൾ എന്തൊക്കെ പറയാം, ഏതൊക്കെയാണ് സൊല്യൂഷന്റെ എക്സാമ്പിൾ? ഇപ്പോൾ നമ്മൾ പറഞ്ഞല്ലേ എന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞ സൊല്യൂഷന്റെ എക്സാമ്പിൾ നമ്മൾ ഏതൊക്കെയാണ് പറഞ്ഞത്. ഫസ്റ്റ് വൺ ഈസ് കാൾഡ് സോൾട്ട് സൊല്യൂഷൻ. ഇതിന്റെ എക്സാമ്പിൾ ആണ്, സൊല്യൂഷൻ എക്സാമ്പിൾ ആണ്. അതുപോലെ തന്നെ രണ്ടാമത് ഇപ്പൊ പറഞ്ഞതാണ്, ഇപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഷുഗർ വാട്ടർ കമ്പൈൻ ചെയ്യിക്കാം അല്ലേ, ദാറ്റ് ഈസ് കാൾഡ് ഷുഗർ സൊല്യൂഷൻ ഇതിന്റെ എക്സാമ്പിൾ ആണ്, സൊല്യൂഷൻ എക്സാമ്പിൾ. അതുപോലെ ഒരുപാട് എക്സാമ്പിളുകൾ ആർക്കുണ്ട്, സൊല്യൂഷൻ ഉണ്ട്. അതെല്ലാം നമ്മൾ അങ്ങോട്ട് പോകുമ്പോഴത്തേക്ക് പഠിക്കും. അപ്പൊ ഇപ്പൊ ഓർമ്മിച്ച് വെച്ചേക്കാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ വാട്ട് ഈസ് സൊല്യൂഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്, സൊല്യൂഷൻ ഈസ് എ ഹോമോജീനിയസ് മിക്സർ ഓഫ് 2 or more components. രണ്ടോ അതിലധികമോ കമ്പോണൻസ് ഉള്ള ഒരു ഹോമോജീനിയസ് മിക്സറിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സൊല്യൂഷൻ. അപ്പൊ സൊല്യൂഷൻ ഈസ് എ ഹോമോജീനിയസ് മിക്സർ ഓഫ് 2 or more components. ക്ലിയർ? ഓക്കെ. അടുത്ത ടോപ്പിക്, ഇപ്പൊ ഈ ഒരു സൊല്യൂഷൻ കൺസിഡർ ചെയ്യുമ്പോൾ ഞാൻ പറയാം, ഇപ്പൊ നമ്മൾ എക്സാമ്പിൾ എടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോൾട്ട് സൊല്യൂഷൻ ആണ് എടുത്തത് അല്ലേ. എക്സാമ്പിൾ എടുത്തോ സോൾട്ട് സൊല്യൂഷൻ കൺസിഡർ ചെയ്യുമ്പോൾ അവിടെ വരുന്ന കമ്പോണൻസ് എന്ന് പറഞ്ഞാൽ സോൾട്ടും വരാം. ഫസ്റ്റ് വൺ ഈസ് സോൾട്ട് ആൻഡ് സെക്കൻഡ് വൺ ഈസ് വാട്ടർ. സോൾട്ടും വരാം, അതുപോലെ തന്നെ വാട്ടറും വരാം. അപ്പൊ നമ്മൾ ഏത് കൺസിഡർ ചെയ്യുമ്പോഴത്തേക്ക്, സോൾട്ട് സൊല്യൂഷൻ കൺസിഡർ ചെയ്യുമ്പോഴത്തേക്ക് അവിടെ 2 കമ്പോണൻസ് ഉണ്ട്. ഫസ്റ്റ് കമ്പോണന്റ് ഈസ് കോൾഡ് സോൾട്ട് ആൻഡ് സെക്കൻഡ് കമ്പോണന്റ് ഈസ് കോൾഡ് വാട്ടർ. 2 കമ്പോണൻസ് ഉണ്ട്. ഇഫ് യു ആർ കൺസിഡറിംഗ് എ സൊല്യൂഷൻ, ഒരു സൊല്യൂഷൻ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ there may be 2 components. ഇതുപോലെ എത്ര കമ്പോണൻസ് ആണെങ്കിൽ, 2 കമ്പോണൻസ് ആണെങ്കിൽ that is called ബൈനറി സൊല്യൂഷൻ. അപ്പൊ നമ്മൾ എന്തിനെ കൺസിഡർ ചെയ്യുമ്പോഴത്തേക്ക്, ഒരു സൊല്യൂഷനെ കൺസിഡർ ചെയ്യുമ്പോഴത്തേക്ക് ആ സൊല്യൂഷൻ വിച്ച് കണ്ടെയ്ൻസ് 2 components. സൊല്യൂഷനിൽ എത്ര കമ്പോണൻസ് ഉണ്ടെങ്കിൽ, 2 കമ്പോണൻസ് ഉണ്ടെങ്കിൽ that is called a binary solution. അതിനെ വിളിക്കുന്ന പേരാണെന്ന് പറഞ്ഞാൽ ബൈനറി സൊല്യൂഷൻ. So salt solution is an example for binary solution. Salt solution എന്തിന് എക്സാമ്പിൾ ആണ്, ഒരു ബൈനറി സൊല്യൂഷന് എക്സാമ്പിൾ ആണ്. അപ്പോൾ നമ്മൾ 2 കാര്യങ്ങളാണ് പറഞ്ഞത്. എന്തൊക്കെയാണ് പറഞ്ഞത്, വാട്ട് ഈസ് എ സൊല്യൂഷൻ? സൊല്യൂഷൻ ഈസ് എ ഹോമോജീനിയസ് മിക്സർ ഓഫ് 2 or more components. രണ്ടോ അതിൽ കൂടുതലോ കമ്പോണൻസ് ഉള്ള ഒരു ഹോമോജീനിയസ് മിക്സർ നമ്മൾ വിളിക്കുന്ന പേരാണ് സൊല്യൂഷൻ. ഇഫ് എ സൊല്യൂഷൻ കണ്ടെയ്ൻ 2 components, ഒരു സൊല്യൂഷനിൽ എത്ര കമ്പോണൻസ് ഉണ്ടെങ്കിൽ, 2 കമ്പോണൻസ് ഉണ്ടെങ്കിൽ that is called ബൈനറി സൊല്യൂഷൻ. നമ്മൾ വിളിക്കുന്ന പേരാണ് ബൈനറി സൊല്യൂഷൻ. ദ ബൈനറി സൊല്യൂഷൻ വിച്ച് കണ്ടെയ്ൻസ് ഓൺലി 2 components. എത്ര കമ്പോണൻസ് ആയിരിക്കും, 2 കമ്പോണൻസ് മാത്രമേ ഉള്ളെങ്കിൽ എന്ന് പറയാനാ ബൈനറി സൊല്യൂഷൻ എന്ന് പറയാം. ഈ ഒരു ബൈനറി സൊല്യൂഷൻ കൺസിഡർ ചെയ്തെന്ന് പറയുന്നു. ബൈനറി സൊല്യൂഷൻ കൺസിഡർ ചെയ്യുമ്പോൾ അവിടെ 2 കമ്പോണൻസ് ഉണ്ടെന്ന് പറയുന്നു. വൺ ഈസ് കാൾഡ് സോൾട്ട് ആൻഡ് സെക്കൻഡ് വൺ ഈസ് കാൾഡ് വാട്ടർ. ഒരെണ്ണം സോൾട്ട് ആണ്, മറ്റൊന്നാണ് വാട്ടർ ആണ്. അപ്പൊ ഈ ബൈനറി സൊല്യൂഷനിൽ വരുന്ന 2 കമ്പോണൻസ് അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ്, ഫസ്റ്റ് വൺ ഈസ് കാൾഡ്
solvent. First one is called solvent and second one. First one is called solvent and second one is called solute. Second one is called solute. അപ്പോൾ നമ്മൾ ഒരു ബൈനറി സൊല്യൂഷൻ കൺസിഡർ ചെയ്യുമ്പോഴത്തേക്ക് ആ ബൈനറി സൊല്യൂഷനിലുള്ള രണ്ട് കമ്പോണൻസ് ഏതൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് വൺ ഈസ് കോൾഡ് സോൾവെന്റ് ആൻഡ് സെക്കൻഡ് വൺ ഈസ് കോൾഡ് solute. അപ്പോൾ ദ binary solution which composed of two components such as solute and solvent. Solute and solvent. Solutum solventum ആണ് എന്ത് വരുന്നത് ഒരു ബൈനറി സൊല്യൂഷനിൽ വരുന്ന രണ്ട് കമ്പോണൻസ്. അപ്പോൾ ഇവിടെ നോക്കുമ്പോഴത്തേക്ക് അറിയാം സോൾട്ടും വാട്ടറും ആണ്. സോൾട്ട് എന്ന് പറയുന്നത് ഇവിടത്തെ എന്താണ് സൊല്യൂട്ട് ആണോ സോൾവെന്റ് ആണോ? സോൾട്ട് എന്ന് പറയുന്നത് ഇവിടത്തെ എന്താണ് സൊല്യൂട്ട് ആണോ സോൾവെന്റ് ആണോ? സോൾട്ട് ഈസ് ദ സൊല്യൂട്ട്. സോൾട്ട് എന്ന് പറയുന്നത് സൊല്യൂട്ട് ആണ്. ആൻഡ് വാട്ടർ ഈസ് ദ സോൾവെന്റ്. വാട്ടർ എന്ന് പറയുന്നത് എന്താണ് സോൾവെന്റ് ആണ്. വാട്ടർ എന്ന് പറയുന്നത് സോൾവെന്റ്. അപ്പോൾ ദ ബൈനറി സൊല്യൂഷൻ which contains two components such as ഏതൊക്കെയാണ് സൊല്യൂട്ട് ആൻഡ് സോൾവെന്റ്. സൊല്യൂട്ട് ആൻഡ് സോൾവെന്റ് രണ്ട് കമ്പോണൻസ് ആണ് ഏതൊക്കെയെന്ന് പറഞ്ഞാൽ സൊല്യൂട്ടും സോൾവെന്റും. സോൾട്ട് സൊല്യൂഷൻ കൺസിഡർ ചെയ്യുമ്പോഴത്തേക്ക് അവിടുത്തെ സൊല്യൂട്ട് എന്ന് പറയുന്നത് സോൾട്ട് ആണ്, അവിടുത്തെ സോൾവെന്റ് എന്ന് പറയുന്നത് എന്താണ് വാട്ടർ ആണ്. അപ്പോൾ സോൾട്ട് സൊല്യൂഷൻ ഈസ് ആൻ എക്സാമ്പിൾ ഫോർ ബൈനറി സൊല്യൂഷൻ. സോൾട്ട് സൊല്യൂഷൻ എന്തിന് എക്സാമ്പിൾ ആണ്? ഒരു ബൈനറി സൊല്യൂഷൻ എക്സാമ്പിൾ. ഇനി നമുക്ക് അടുത്ത പഠിക്കാനുള്ളത് ഈ സൊല്യൂട്ടിന് ഒരു ഡെഫിനിഷൻ കൊടുക്കണം, സോൾവെന്റിന് ഒരു ഡെഫിനിഷൻ കൊടുക്കണം. സൊല്യൂട്ടിന് ഒരു ഡെഫിനിഷൻ കൊടുക്കണം, സോൾവെന്റിന് ഒരു ഡെഫിനിഷൻ കൊടുക്കണം. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, വാട്ട് ഈസ് എ സോൾവെന്റ്? സോൾവെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വളരെ ഡീറ്റെയിൽ ആയിട്ടൊന്നും പഠിക്കാനില്ല. സിമ്പിൾ ആയിട്ട് സോൾവെന്റിന്റെ ഒരു ഡെഫിനിഷൻ. വാട്ട് ഈസ് എ സോൾവെന്റ്? സോൾവെന്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഇപ്പൊ നമ്മളൊരു ബൈനറി സൊല്യൂഷനെ കൺസിഡർ ചെയ്യുമ്പോൾ ഇപ്പൊ ഇവിടത്തെ ഈ ബൈനറി സൊല്യൂഷൻ സോൾട്ടും വാട്ടറും കണ്ടെയ്ൻ ചെയ്യുന്ന ഈ ബൈനറി സൊല്യൂഷനെ കൺസിഡർ ചെയ്യും. ഇവിടെ ഹയർ എമൗണ്ടിലുള്ളത് വാട്ടറും ലോവർ എമൗണ്ടിലുള്ളത് സോൾട്ടുമാണ്. ഹയർ എമൗണ്ടിലുള്ളത് വാട്ടറും ലോവർ എമൗണ്ടിലുള്ളത് എന്താണ് സോൾട്ടുമാണ്. The component which is present in large quantity അല്ലേ, component which is present in large quantity. അപ്പോൾ നമ്മളിവിടെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഡെഫിനിഷൻ ആണ് പറയുന്നത്, വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഡെഫിനിഷൻ അല്ല, അപ്പോൾ മനസ്സിലിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഡെഫിനിഷൻ. അപ്പോൾ എന്താണ് ലാർജ് ക്വാണ്ടിറ്റിയിലുള്ള കമ്പോണന്റിനെ വിളിക്കുന്ന പേരാണ് സോൾവെന്റ്. അടുത്ത രണ്ടാമത്തെ എന്താണ് സൊല്യൂട്ട്. സൊല്യൂട്ട് എന്ന് പറഞ്ഞാൽ എന്താണ് സ്മോൾ ക്വാണ്ടിറ്റി അല്ലേ, സ്മോൾ ക്വാണ്ടിറ്റി. അപ്പോൾ രണ്ടുപേരുള്ളപ്പം ഒരാൾ കൂടുതലും മറ്റേ ആൾ എന്തായിരിക്കും കുറവായിരിക്കും. ഇപ്പൊ കൂടുതലുള്ള ആളിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത് സോൾവെന്റ് എന്ന് വിളിക്കുന്നത്, കുറച്ചുള്ള ആളിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത് സൊല്യൂട്ട് എന്ന് വിളിക്കുന്നത്. മനസ്സിലായി എന്തൊക്കെയാണ് പറഞ്ഞത്? ഒരു ഏത് കൺസിഡർ ചെയ്യുമ്പോഴത്തേക്ക് ബൈനറി സൊല്യൂഷൻ കൺസിഡർ ചെയ്യുമ്പോഴത്തേക്ക് അവിടെ മെയിൻ ആയിട്ട് എത്ര കമ്പോണൻസ് കാണും? രണ്ട് കമ്പോണൻസ് കാണും. ഫസ്റ്റ് കമ്പോണന്റ് ഈസ് കാൾഡ് സൊല്യൂട്ട് ആൻഡ് സെക്കൻഡ് കമ്പോണന്റ് ഈസ് കാൾഡ് സോൾവെന്റ്. അപ്പൊ ഒരു ബൈനറി സൊല്യൂഷനിൽ ലാർജ് ക്വാണ്ടിറ്റി അല്ലെങ്കിൽ ഹയർ എമൗണ്ടിലുള്ളതായിരിക്കും സോൾവെന്റ്, സ്മോളർ ക്വാണ്ടിറ്റി അല്ലെങ്കിൽ ലോവർ എമൗണ്ടിലുള്ളതായിരിക്കും എന്ന് പറഞ്ഞാൽ സൊല്യൂട്ട് എന്ന് പറയും. അപ്പൊ ഇവിടെ നമ്മൾ സോൾട്ട് സൊല്യൂഷൻ കൺസിഡർ ചെയ്താൽ അവിടെയുള്ള രണ്ട് കമ്പോണൻസ് എന്ന് പറയുന്നത് ആർക്കാണ്? സോൾട്ട്. സോൾട്ട് എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ് NaCl കാണും ആൻഡ് സെക്കൻഡ് വൺ ഈസ് കാൾഡ് വാട്ടർ. NaCl ഉണ്ട്, അതുപോലെ തന്നെ വാട്ടർ ഉണ്ട്. NaCl എന്ന് പറയുന്നത് ഇവിടത്തെ എന്താണ്? ഇവിടത്തെ സൊല്യൂട്ട് ആണ്. വാട്ടർ എന്ന് പറയുന്നത് ഇവിടത്തെ എന്താണ്? സോൾവെന്റ് ആണ്. വാട്ടർ എന്ന് പറയുന്നത് ഇവിടത്തെ എന്താണ്? സോൾവെന്റ്. സൊല്യൂട്ട് ഈസ് ദ സ്മോളസ്റ്റ് ക്വാണ്ടിറ്റി. സ്മോൾ ക്വാണ്ടിറ്റിയിലുള്ളതാണ് സൊല്യൂട്ട്, ലാർജ് ക്വാണ്ടിറ്റിയിലുള്ളതാണ് സോൾവെന്റ്. അപ്പൊ സോൾവെന്റ് എന്ന് പറയുന്ന വാട്ടറും സൊല്യൂട്ട് എന്ന് പറയുന്നത് NaCl ആണ്. ഇനി നോക്കുമ്പോഴത്തേക്ക് ഈ NaCl സൊല്യൂഷൻ എന്ന് പറയുന്ന സാധനം അല്ലെങ്കിൽ സോൾട്ട് സൊല്യൂഷൻ എന്ന് പറയുന്ന സാധനം അത് ഏത് ഫിസിക്കൽ സ്റ്റേറ്റിലാണ് ഇരിക്കുന്നത്, അല്ലെങ്കിൽ അതിന്റെ അവസ്ഥ എന്താണ്? നമ്മളിപ്പോ സൊല്യൂഷൻ ഉണ്ടാക്കി കുറച്ച് സോൾട്ട് എടുത്തിട്ട് അതിനെ ഡിസോൾവ് ചെയ്ത് വാട്ടർ ഒഴിച്ച് ഡിസോൾവ് ചെയ്ത് ഒരു സൊല്യൂഷൻ ആക്കി മാറ്റി. അപ്പൊ അങ്ങനെ സൊല്യൂഷൻ ആക്കി മാറ്റുമ്പോഴത്തേക്കുള്ള അതിന്റെ ഫിസിക്കൽ സ്റ്റേറ്റ് അല്ലെങ്കിൽ അതിന്റെ അവസ്ഥ എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് ഇൻ ലിക്വിഡ് സ്റ്റേറ്റ് ആണ്. സോളിഡ് സ്റ്റേറ്റിലോ അല്ലെങ്കിൽ ഗ്യാസ് സ്റ്റേറ്റിലോ ഒന്നും അല്ലാതെ ഇരിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്താണ്? എപ്പോഴും എന്തായിരിക്കും അതിന്റെ ഫിസിക്കൽ സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ ലിക്വിഡ് സ്റ്റേറ്റ് ആണ്. അപ്പൊ ഈ ലിക്വിഡ് സ്റ്റേറ്റ് അല്ലെങ്കിൽ അതിന്റെ ഫിസിക്കൽ സ്റ്റേറ്റിനെ എപ്പോഴും ഡിറ്റർമിൻ ചെയ്യുന്ന ഒരു സൊല്യൂഷന്റെ ഫിസിക്കൽ സ്റ്റേറ്റ് ഏതാകണം, സോളിഡ് ആകണമോ അല്ലെങ്കിൽ ലിക്വിഡ് ആകണമോ അല്ലെങ്കിൽ ഗ്യാസ് ആകണമോ എന്ന് തീരുമാനിക്കുന്നത് എപ്പോഴും ആരാണ്? ഇതിലുള്ള ഏത് കമ്പോണന്റ് ആണ്? സൊല്യൂട്ട് ആണോ സോൾവെന്റ് ആണോ തീരുമാനിക്കുന്നത്? അതായത് ലാർജ് എമൗണ്ട് ഉള്ള ഇവിടെ ആരാണ്? വാട്ടർ ആണ് അല്ലേ. വാട്ടർ ഈസ് ഇൻ ലിക്വിഡ് സ്റ്റേറ്റ്. വാട്ടർ എന്ന് പറയുന്നത് എന്ത് സ്റ്റേറ്റിലാണ്? ലിക്വിഡ് സ്റ്റേറ്റിലാണ്. അപ്പൊ ഒരു ഏതാണ് തീരുമാനിക്കുന്നത്? സോൾവെന്റ് അല്ലെ, ലാർജർ എമൗണ്ടിലുള്ള സോൾവെന്റ് ആണ് തീരുമാനിക്കുന്നത് ഒരു സൊല്യൂഷൻ എന്താകണമെന്ന്, ലിക്വിഡ് ആകണമോ സോളിഡ് ആകണമോ ഗ്യാസ് ആണോ എന്ന് തീരുമാനിക്കും. മനസ്സിലായി?
അപ്പോൾ എപ്പോഴും എന്താണ് തീരുമാനിക്കുന്നത്? സോൾവെന്റ് ആണ് തീരുമാനിക്കുന്നത് ഒരു സൊല്യൂഷന്റെ ഫിസിക്കൽ സ്റ്റേറ്റ്. അപ്പോൾ നമുക്ക് എങ്ങനെ പറയാം? The physical state of a solution, the physical state of a solution always determine എന്തായിരിക്കും ഡിറ്റർമിൻ ചെയ്യുന്നത്? എപ്പോഴും ഡിറ്റർമിൻ ചെയ്യുന്ന ആരായിരിക്കും ഡിറ്റർമിൻ ചെയ്യുന്നത്? സോൾവെന്റ് ആയിരിക്കും ഡിറ്റർമിൻ ചെയ്യുന്നത്. ഒരു സൊല്യൂഷന്റെ ഫിസിക്കൽ സ്റ്റേറ്റിനെ എപ്പോഴും ഡിറ്റർമിൻ ചെയ്യുന്ന അല്ലെ കണ്ടുപിടിക്കുന്ന നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? അതിന്റെ സോൾവെന്റ് ഏത് സ്റ്റേറ്റിലാണോ അതേ അവസ്ഥയിലായിരിക്കും ആ സൊല്യൂഷനും ഓക്കുപൈ ചെയ്യുന്നത് അല്ലെ കണ്ടെയ്ൻ ചെയ്യുന്നത്. അല്ലെ സൊല്യൂഷന്റെ അവസ്ഥ എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കും? ആ ഒരു ഏതിന്റെ അവസ്ഥയായിരിക്കും? സോൾവെന്റിന്റെ അവസ്ഥ. ഓക്കെ, ക്ലിയർ? ഇത്രയും കാര്യങ്ങളാണ് പറഞ്ഞത്. എന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞത്? സൊല്യൂഷൻ എന്താണെന്ന് പറഞ്ഞു. വാട്ട് ഈസ് എ സൊല്യൂഷൻ? സൊല്യൂഷൻ ഈസ് എ ഹോമോജീനിയസ് മിക്സർ ഓഫ് 2 or more components. If there is 2 components, അവിടെ 2 components ഉണ്ട്, that is called binary solution. അടുത്ത രണ്ടാമത് പഠിച്ച കാര്യങ്ങളാണ്. ഒരു ബൈനറി സൊല്യൂഷൻ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ there may be 2 components such as ഏതൊക്കെയാണ്? solute and solvent. What is a solute? What is a solvent? Solute എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഒരു സൊല്യൂഷൻ, if we are considering one solution, the smallest quantity അല്ലെ സ്മോളസ്റ്റ് എമൗണ്ട് അല്ലെ സ്മോളർ എമൗണ്ടിലുള്ളതായിരിക്കും സൊല്യൂട്ട്, ലാർജർ എമൗണ്ട് അല്ലെ ലാർജസ്റ്റ് ക്വാണ്ടിറ്റിയിലുള്ളതായിരിക്കും എന്ന് പറയുന്ന സോൾവെന്റ് എന്ന്. The solvent always determine the physical state of a solution. ഒരു സൊല്യൂഷന്റെ ഭൗതിക അവസ്ഥ അല്ലെങ്കിൽ ഫിസിക്കൽ സ്റ്റേറ്റിനെ എപ്പോഴും ഡിറ്റർമിൻ ചെയ്യുന്നത് ആരാണ്? സോൾവെന്റ്. കറസ്പോണ്ടിങ് ആയിട്ടുള്ള സോൾവെന്റ് ആയിരിക്കും എപ്പോഴും ഡിറ്റർമിൻ ചെയ്യുന്നത്. സോൾവെന്റ് ലിക്വിഡ് ആണെങ്കിൽ സൊല്യൂഷൻ ലിക്വിഡ് സ്റ്റേറ്റിലായിരിക്കും. സോൾവെന്റ് സോളിഡ് ആണെങ്കിൽ സൊല്യൂഷൻ സോളിഡ് സ്റ്റേറ്റിലായിരിക്കും. സോൾവെന്റ് എന്താണ്? ഗ്യാഷ്യസ് സ്റ്റേറ്റിലാണെങ്കിൽ എന്തായിരിക്കും? സൊല്യൂഷൻ എപ്പോഴും ഗ്യാഷ്യസ് സ്റ്റേറ്റിലായിരിക്കും. ഇത്രയും കാര്യങ്ങളൊക്കെ ക്ലിയർ ആണല്ലോ. ഇനി കുറച്ച് എക്സാമ്പിൾസ് ആണ്, സൊല്യൂഷനെ കുറിച്ചുള്ള കുറച്ച് എക്സാമ്പിൾസ് ആണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനായിട്ടുള്ളത്. കുറച്ച് എക്സാമ്പിൾസ്. ഇപ്പൊ ഞാൻ പറഞ്ഞു സൊല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഡെഫിനിഷൻ ഒക്കെ ഇപ്പൊ അറിയാം, അതിന്റെ എക്സാമ്പിളും അറിയാം. അപ്പൊ ഈ സൊല്യൂഷന്റെ ഫിസിക്കൽ സ്റ്റേറ്റ് ഫിസിക്കൽ സ്റ്റേറ്റ് ഏതൊക്കെ വരാം? ഒന്നുകിൽ സൊല്യൂഷൻ ഞാൻ മുമ്പേ പറഞ്ഞിട്ടുണ്ട്, സൊല്യൂഷൻ ഏത് സ്റ്റേറ്റിൽ വരാം? സോളിഡ് സ്റ്റേറ്റിൽ വരാം, അല്ലെങ്കിൽ സൊല്യൂഷൻ ഏത് സ്റ്റേറ്റിൽ വരാം? ലിക്വിഡ് സ്റ്റേറ്റിൽ വരാം, അല്ലെങ്കിൽ സൊല്യൂഷൻ ഏത് സ്റ്റേറ്റിൽ വരാം? ഗേഷ്യസ് സ്റ്റേറ്റിൽ വരാം. അപ്പൊ എപ്പോഴും സൊല്യൂഷൻ ഈ 3 ഫിസിക്കൽ സ്റ്റേറ്റിലാണ് വരുന്നത്. ഏതൊക്കെ വരാം? സോളിഡ് വരാം, ലിക്വിഡ് വരാം, ഗ്യാസ് വരാം. സൊല്യൂഷൻ എപ്പോഴും ഈ ഒരു 3 ഫിസിക്കൽ സ്റ്റേറ്റിലായിരിക്കും വരുന്നത്. ഏതൊക്കെ വരാം? സോളിഡ് വരാം, ലിക്വിഡ് വരാം, ഗേഷ്യസ് അല്ലെങ്കിൽ ഗേഷ്യസ് സ്റ്റേറ്റ് വരാം. അതിനുള്ള കാരണം എന്ന് പറഞ്ഞാൽ സോൾവെന്റ് സോളിഡ് സ്റ്റേറ്റിലാണെങ്കിൽ സൊല്യൂഷൻ സോളിഡ് സ്റ്റേറ്റിലായിരിക്കും. സോൾവെന്റ് ലിക്വിഡ് സ്റ്റേറ്റിലാണെങ്കിൽ സൊല്യൂഷൻ ലിക്വിഡ് സ്റ്റേറ്റിലായിരിക്കും. സോൾവെന്റ് ഗ്യാഷ്യസ് സ്റ്റേറ്റിലാണെങ്കിൽ സൊല്യൂഷൻ ഗ്യാഷ്യസ് സ്റ്റേറ്റിലായിരിക്കും. അപ്പൊ ഞാൻ അതൊന്ന് എഴുതാൻ പോലും ഇപ്പൊ ഇങ്ങനെയൊക്കെയാണ് വരുന്നു എന്നുള്ളതിനെ കുറിച്ച് ഞാൻ ഒന്ന് എഴുതാൻ പോകും. സോൾവെന്റ് സെക്കൻഡ് കോളം സൊല്യൂട്ട്, സോൾവെന്റ് സൊല്യൂട്ട്. തേർഡ് കോളത്തിനകത്ത് എക്സാമ്പിൾ, സോൾവെന്റ് ഫസ്റ്റ് വൺ, സെക്കൻഡ് വൺ, തേർഡ് വൺ. ഫസ്റ്റിനകത്ത് സോൾവെന്റ് ഏത് വരുന്നു? സോളിഡ് വരുന്നു. സോൾവെന്റ് ഏത് വരുന്നു? സോളിഡ് വരുന്നു. സൊല്യൂട്ട് ഏതൊക്കെ വരാം? സോളിഡ് വരാം, ലിക്വിഡ് വരാം, ഗ്യാസ് വരാം. ഇപ്പൊ ഫസ്റ്റ് നമ്മൾ കൺസിഡർ ചെയ്യുന്ന പറഞ്ഞാൽ എന്താണ്? സൊല്യൂഷന്റെ സോൾവെന്റ് എന്താണെങ്കിൽ സോളിഡ് ആണെങ്കിൽ സൊല്യൂട്ട് ഏതൊക്കെ വരാനുള്ള പോസിബിലിറ്റി ഉണ്ട്? സോളിഡ് വരാം, ലിക്വിഡ് വരാം, ഗ്യാസ് വരാം. സോളിഡ് വരാം, ലിക്വിഡ് വരാം, ഗ്യാസ് വരാം. ഇങ്ങനെ 3 രീതിയിൽ വരാം. ഏതൊക്കെയാണ്? സോൾവെന്റ് സോളിഡ് വരെയാണെങ്കിൽ സൊല്യൂട്ട് ഏതൊക്കെ വരാം? സോളിഡ് വരാം, ലിക്വിഡ് വരാം, അതുപോലെ തന്നെ ഗ്യാസ് വരാം. ഓക്കെ, സോളിഡ് അതായത് സോൾവെന്റും സോളിഡ്, സൊല്യൂട്ടും സോളിഡ്, അങ്ങനെയുള്ള ഒരു സൊല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് 2 മെറ്റൽസ് കമ്പൈൻ ചെയ്ത് വരും അല്ലെ. മെറ്റൽസ് കമ്പൈൻ ചെയ്ത് വരുന്ന കോമ്പൗണ്ട്സിനെ നമ്മൾ പൊതുവെ വിളിക്കുന്ന പേരാണെന്ന് പറയും 2 മെറ്റൽസ്, ദ കോമ്പൗണ്ട്സ് ഓഫ് മെറ്റൽസിന്റെ കോമ്പൗണ്ട്സ് വരാം. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ ഏതെടുക്കുമ്പോഴത്തേക്ക് ഗോൾഡ് എടുക്കുമ്പോഴത്തേക്ക് ഗോൾഡിന്റെ കൂടെ ഏതും കൂടെയാണ് സാധാരണ മിക്സ് ചെയ്യുന്നത്? സ്വർണത്തിന്റെ കൂടെ ഏതും കൂടെയാണ് മിക്സ് ചെയ്യുന്ന? ചെമ്പ് മിക്സ് ചെയ്യും അല്ലേ. സ്വർണവും ചെമ്പും അല്ലേ. അപ്പൊ ഗോൾഡിന്റെ കൂടെ ഏത് മിക്സ് ചെയ്യുന്നു? ചെമ്പ് മിക്സ് ചെയ്യുന്നു. അപ്പൊ ഗോൾഡും അതുപോലെ തന്നെ ചെമ്പും, അപ്പൊ ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്യും. അപ്പൊ ഈ ഗോൾഡ് എന്ന് പറയുന്ന സാധനം ചെമ്പ് എന്ന് പറയുന്ന സാധനം എന്താണ്? രണ്ടും സോളിഡ് സ്റ്റേറ്റ് ആണ്. രണ്ടിലെ ഫിസിക്കൽ സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ സെയിം ആണ്, രണ്ടും സോളിഡ് സ്റ്റേറ്റിലാണ്. സോ ഇറ്റ് ഈസ് ആൻ എക്സാമ്പിൾ ഫോർ സോളിഡ് സൊല്യൂഷൻ. അതൊരു എന്തിന് എക്സാമ്പിൾ ആണ്? സോളിഡ് സൊല്യൂഷന് എക്സാമ്പിൾ ആണ്. ഓക്കെ,
അടുത്ത രണ്ടാമത്തെ സോളിഡും ലിക്വിഡും വരും. സോളിഡും ലിക്വിഡും വരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മളിത് കൺസിഡർ ചെയ്യുന്ന അമാൽഗം എന്ന് പറഞ്ഞാൽ എന്താണ്? ഏതെങ്കിലും ഒരു മെറ്റലുമായിട്ട്, ഇപ്പോൾ ഒരു എക്സാമ്പിൾ അയൺ ഏതുമായിട്ട് കമ്പൈൻ ചെയ്യുന്നു? മെർക്കുറിയുമായിട്ട് കമ്പൈൻ ചെയ്യുന്നു. അയൺ എന്ന് പറഞ്ഞ സാധനം ഏതുമായിട്ട് കമ്പൈൻ ചെയ്യും? മെർക്കുറിയുമായിട്ട് കമ്പൈൻ ചെയ്യും. അപ്പൊ ഇങ്ങനെ അയൺ എന്ന് പറയുന്ന മെറ്റൽ മെർക്കുറിയുമായിട്ട് കമ്പൈൻ ചെയ്ത് കിട്ടുന്ന കോമ്പൗണ്ടുകൾ നമ്മൾ വിളിക്കുന്ന പേര്, അല്ലെങ്കിൽ മെറ്റലുകൾ ഏതെങ്കിലും മെറ്റലുകൾ മെർക്കുറിയുമായിട്ട് കമ്പൈൻ ചെയ്താൽ, മെർക്കുറി ഡിസോൾവ് ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ മെർക്കുറിയുമായിട്ട് കമ്പൈൻ ചെയ്ത് വന്നു കഴിഞ്ഞാൽ അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണെന്ന് പറഞ്ഞാൽ അമാൽഗം എന്ന് പറയും. എന്ന് പറയും അമാൽഗം. അപ്പൊ ഈ അയണിന്റെ അമാൽഗം എന്ന് പറയുന്ന, അല്ലെങ്കിൽ നമുക്ക് പറയാം സിങ്കിന്റെ അമാൽഗം എന്ന് പറയുന്നതൊക്കെ ഏതിന് എക്സാമ്പിൾ ആണ്? സോളിഡും ലിക്വിഡും വരുന്ന ആ കോമ്പൗണ്ടിന് എക്സാമ്പിൾ, അല്ലെങ്കിൽ സോളിഡ് ലിക്വിഡും വരുന്ന ഒരു സൊല്യൂഷന് എക്സാമ്പിൾ ആണ്. ഇനി അടുത്ത ഇതാണ് സോളിഡും ഗ്യാസും. സോളിഡ് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്കിപ്പം അയൺ എന്ന് പറയുന്ന സോളിഡ്, അല്ലെങ്കിൽ മെറ്റൽ ഏത് ഗ്യാസുമായിട്ട് അയൺ എന്ന് പറയുന്നത് മെറ്റൽ എന്ത് ചെയ്യാം? ഏത് ഗ്യാസുമായിട്ട് കമ്പൈൻ ചെയ്യുന്നു? നൈട്രജൻ എന്ന് പറയുന്ന ഗ്യാസുമായിട്ട് കമ്പൈൻ ചെയ്യുന്നു. അപ്പൊ അതെന്ന് പറയുന്നത് ഏതിന് എക്സാമ്പിൾ? സോളിഡും ഗ്യാസും വരുന്നതിന് എക്സാമ്പിൾ. വേറെ ഡിഫറൻറ്റ്, ഇപ്പൊ നമ്മൾ പലേഡിയം എന്ന് പറയുന്ന മെറ്റൽ ഏതുമായിട്ട് കമ്പൈൻ ചെയ്യുന്നു? ഹൈഡ്രജൻ മെറ്റലുമായിട്ട്, അല്ലെങ്കിൽ ഹൈഡ്രജൻ ഗ്യാസുമായിട്ട് കമ്പൈൻ ചെയ്യും. അതെന്ന് പറയുന്നത് ഏതിന് എക്സാമ്പിൾ ആണ്? സോളിഡ് സൊല്യൂഷന് എക്സാമ്പിൾ ആണ്. ഓക്കെ, ക്ലിയർ ആയാലും? അപ്പൊ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞത്? സോൾവെന്റ് ഏതാണെങ്കിൽ, സോൾഡ് ആണെങ്കിൽ ദാറ്റ് ഈസ് കോൾഡ് സോളിഡ് സൊല്യൂഷൻ വരുമ്പോഴത്തേക്ക് ഏതൊക്കെ വരാം? സോൾവെന്റ് ഏതൊക്കെ, സൊല്യൂട്ട് ഏതൊക്കെ വരാം? സോളിഡ് വരാം, ലിക്വിഡ് വരാം, ഗ്യാസ് വരാം. അയണും കോപ്പറും എന്ന് പറയുന്ന രണ്ടും സോൾഡ് വരുന്നതിന് എക്സാമ്പിൾ ആണ്. സിങ്കും മെർക്കുറി എന്ന് പറഞ്ഞാൽ സോളിഡും ലിക്വിഡും വരുന്നതിന് എക്സാമ്പിൾ ആണ്. അടുത്ത ഹൈഡ്രജൻ ഗ്യാസും പലേഡിയം മെറ്റലും എന്ന് പറഞ്ഞാൽ സോളിഡും ഗ്യാസും വരുന്നതിന് എക്സാമ്പിൾ ആണ്. അപ്പൊ ഈ മൂന്ന് സൊല്യൂഷൻസ് കൺസിഡർ ചെയ്താൽ അതിന്റെ ഫിസിക്കൽ സ്റ്റേറ്റ് എന്ന് പറയുന്നത് എപ്പോഴും ഏതായിരിക്കും? സോൾഡ് തന്നെയായിരിക്കും. ബിക്കോസ് സോളിഡ് ഈസ് ദ സോൾവെന്റ്. അവിടുത്തെ സോൾവെന്റ് എന്ന് പറയുന്നത് എപ്പോഴും ഏതാണ്? സോളിഡ് ആണ്. സോളിഡ് വിച്ച് ഡിറ്റർമിൻസ് ദ ഫിസിക്കൽ സ്റ്റേറ്റ് ഓഫ് എ സൊല്യൂഷൻ. സൊല്യൂഷന്റെ ഫിസിക്കൽ സ്റ്റേറ്റ് എപ്പോഴും ഡിറ്റർമിൻ ചെയ്യുന്നത് എന്തായിരിക്കും? സോൾവെന്റ് ആയിരിക്കും. ഇതിന്റെ എല്ലാ അവസ്ഥയും എന്ന് പറയുന്നത് എന്ത് സ്റ്റേറ്റിലായിരിക്കും? സോളിഡ് സ്റ്റേറ്റ് അല്ലേ? അപ്പൊ ഇതൊരു കാറ്റഗറി കഴിഞ്ഞു. ഇനി രണ്ടാമതാണ് ലിക്വിഡ്. സോളിഡ് കഴിഞ്ഞാൽ വരുന്ന ലിക്വിഡ്. അപ്പോഴേ സൊല്യൂട്ട് ഏതൊക്കെ ആവാം? സോളിഡ് ആവാം, ലിക്വിഡ് ആവാം, ഗ്യാസ് ആവാം. സോളിഡ് ആകാം, ലിക്വിഡ് ആകാം, ഗ്യാസ് ആവാം. ലിക്വിഡും സോളിഡും വരുന്നതിന് എക്സാമ്പിൾ ഇപ്പോഴേ പറഞ്ഞു കഴിഞ്ഞു. ലിക്വിഡ്, അപ്പൊ ലിക്വിഡ് എന്ന് പറയുമ്പോഴത്തേക്ക് അതിന്റെ അവസ്ഥ ഏത്? സോൾവെന്റ് എന്ന് പറഞ്ഞാൽ ലിക്വിഡ് ആയിട്ട് വരുന്നെങ്കിൽ അതിന്റെ ഫിസിക്കൽ സ്റ്റേറ്റ് എപ്പോഴും എന്തായിരിക്കും? ലിക്വിഡ് തന്നെയായിരിക്കും. ലിക്വിഡും സോൾഡും വരുന്നതിന് എക്സാമ്പിൾ ആണ് NaCl സൊല്യൂഷൻ, സോഡിയം ക്ലോറൈഡ് സൊല്യൂഷൻ. ലിക്വിഡ് എന്ന് പറയുമ്പോൾ ഏതൊക്കെ വരും? സൊല്യൂട്ടും സോൾവെന്റ് ലിക്വിഡ് വരും. സൊല്യൂട്ടും സോൾവെന്റ് രണ്ട് ലിക്വിഡ് വരുന്നതിന് നമുക്ക് എക്സാമ്പിൾ പറയാം. രണ്ട് ലിക്വിഡ് വരുന്ന ഒരു സൊല്യൂഷൻ എക്സാമ്പിൾ ആണ് എഥനോൾ, ആൽക്കഹോളും വാട്ടറും എന്ന് പറഞ്ഞാൽ അല്ലേ രണ്ട് ലിക്വിഡാണ്. വാട്ടർ എന്ന് പറയുന്നത് ലിക്വിഡാണ്, ആൽക്കഹോൾ ലിക്വിഡാണ്. അപ്പൊ ആൽക്കഹോളും വാട്ടറും രണ്ട് മിസിബിൾ ആയിട്ടുള്ള ലിക്വിഡാണ്. അത് ലിക്വിഡ് വരുന്ന ഒരു സൊല്യൂഷൻ എക്സാമ്പിൾ ആണ്. ലിക്വിഡ് ഗ്യാസ് വരുന്നതിന് എക്സാമ്പിൾ സോഡാ വാട്ടർ, കാർബൺ ഡൈ ഓക്സൈഡ് അല്ലേ? സോഡാ വാട്ടർ, കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറും എന്ന് പറയുന്നത് എന്തിന് എക്സാമ്പിൾ ആണ്? ലിക്വിഡും ഗ്യാസും വരുന്ന ഒരു സൊല്യൂഷന് എക്സാമ്പിൾ. അപ്പൊ ഇത്രയാണ് ഇതിൽ വരുന്നത്. ഓക്കെ, ക്ലിയർ ആയാലും ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.